പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണനും സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ അനന്തകുമാറിനുമെതിരെ കൂടുതൽ കേസുകൾ. 6,32,00,000 രൂപ തട്ടിയെടുത്ത പരാതിയിൽ കോഴിക്കോട് ഫറോക്കിൽ പോലീസ് കേസെടുത്തു. കൊല്ലത്ത് 2 കേസുകളും കോഴിക്കോട് 3 കേസുകളും രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനുകളിൽ കൂടുതൽ പരാതികളെത്തി. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്നും അരുൺരാജ് കൊല്ലത്തുനിന്നും ചേരുന്നുണ്ട്. അഭിജിത്തിലേക്ക് ആദ്യം പോകുന്നു. അഭിജിത്ത്, കോഴിക്കോട് വരുന്ന കൂടുതൽ കേസുകളുടെ വിവരങ്ങൾ എങ്ങനെയാണ്? ഹാഷ്മി, ദിനംപ്രതി എന്നോണം കോഴിക്കോട് ജില്ലയിൽ പരാതികൾ ഇങ്ങനെ കുന്നുകൂടുന്നുണ്ട്. പോലീസ് ദിനംപ്രതി കേസെടുക്കുന്നുമുണ്ട്. നിലവിലിപ്പോൾ പുതിയൊരു കേസ് വന്നിരിക്കുന്നത് ഫറോക്കിലും ഒപ്പം തന്നെ വടകരയിലുമാണ്. കേരള ഗ്രാമനിർമ്മാണ സമിതി സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ പരാതിയിലാണ് ഫറോക്ക് സ്റ്റേഷനിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 6.5 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. 918 പേരോളം ഇത്തരത്തിൽ ഇവിടെ ഇതിന് കീഴിൽ ഈ NGO സ്ഥാപനത്തിന് കീഴിൽ വഞ്ചിതരാക്കപ്പെട്ടിട്ടുമുണ്ട്. ഒപ്പം തന്നെ വടകരയിലെ കേസ് നൽകിയിരിക്കുന്നത് ഒരു മേമുണ്ട സ്വദേശിനിയാണ്. ഇവരുടെ പരാതിയിലാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. അവരുടെ പക്കൽ നിന്ന് 60,000 രൂപയോളം കൈപ്പറ്റി. തുടർന്ന് ഈ സ്കൂട്ടർ നൽകിയില്ല എന്നുള്ളതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ വടകര പോലീസും കേസെടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഏകദേശം 10ഓളം കേസുകൾ കോഴിക്കോട് ജില്ലയുടെ വിവിധ സ്റ്റേഷനുകളിലായി അനന്തകൃഷ്ണനെതിരെയും ഒപ്പം അനന്തകുമാറിനെതിരെയും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കേസുകൾ വരും ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ജില്ലയിൽ 11ഓളം NGOയുടെ കീഴിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നത്. ഈ 11 NGOകളുടെയും നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയും നൽകിയിട്ടുണ്ട്. 5,564 പേരാണ് ഇത്തരത്തിൽ വിവിധ വസ്തുക്കൾ, സ്കൂട്ടറുകൾ ഉൾപ്പെടെയുള്ളവ ലഭിക്കാതെ വഞ്ചിതരാക്കപ്പെട്ടിട്ടുള്ളത്, പറ്റിക്കപ്പെട്ടിട്ടുള്ളത്. ഹാഷ്മി, അരുൺ, കൊല്ലത്തും കൂടുതൽ കേസുകൾ വരാനിടയുണ്ടോ? തീർച്ചയായും ഹാഷ്മി, കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിലും ഓച്ചിറയിലും ചവറയിലും അടക്കം കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ ഇപ്പോൾ കൊല്ലത്തിന്റെ റൂറൽ മേഖലയിൽ കൂടി കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കൊല്ലം റൂറൽ പരിധിയിലുള്ള ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലാണ് അനന്തകൃഷ്ണനെതിരെയും അനന്തകുമാറിനെതിരെയും 2 പരാതികൾ കൂടി ലഭിച്ചത്. 2 പരാതികളിൽ ഇപ്പോൾ FIR കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പ്രധാനമായും സ്കൂട്ടർ നൽകാൻ എന്ന് പറഞ്ഞ പണം വാങ്ങി എന്നുള്ളതാണ് ഈ തട്ടിപ്പിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് കൊല്ലത്തിന്റെ കിഴക്കൻ മേഖല അഞ്ചൽ, ചിത്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് 500-ലധികം ആളുകൾ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പരാതിയുടെ എണ്ണം വർദ്ധിക്കുകയും FIR-കളുടെ എണ്ണം വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ കൂടുകയും ചെയ്യും. അങ്ങനെ ജില്ല ആകമാനം ഒരു തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പരാതികൾ ലഭിക്കാത്ത സാഹചര്യം കൂടി ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേര് ഇത്തരത്തിൽ തട്ടിപ്പിന് വിധേയമായിട്ടുണ്ടോ, അതിന്റെ മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൂടി അന്വേഷിക്കാൻ പോലീസിന് ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ 2 ജില്ലാ പോലീസ് മേധാവിമാർ, റൂറലിലെയും സിറ്റിയിലെയും കമ്മീഷണർമാർ കൂടി ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്പെഷ്യൽ അന്വേഷണം കൂടി ഇക്കാര്യത്തിൽ നടക്കും. അതുപോലെ ഏത് ഉന്നതനായാലും കേസെടുത്ത് അന്വേഷണം നടത്താനാണ് നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഓക്കെ, അരുൺരാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഓർത്തു നോക്കണം, നമ്മൾ ഒരുപക്ഷെ കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ്. ബാക്കി നമ്മൾ കേട്ട തട്ടിപ്പുകളൊക്കെ ഈ തട്ടിപ്പിൻ്റെ മുന്നിൽ അതിൻ്റെ വ്യാപ്തി തീരെ ചെറുതാണ്. തട്ടിപ്പല്ലെന്നല്ല, പക്ഷേ വ്യാപ്തി വളരെ ചെറുതാണ്. ഇത്രത്തോളം ആളുകൾ കൂട്ടത്തോടെ വഞ്ചിക്കപ്പെട്ട മറ്റൊരു തട്ടിപ്പുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അന്വേഷണം നടക്കട്ടെ.